വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിന്നറിന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തിയും ഫില്ലിങ്ങും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 5 ടേബിൾ സ്പൂണ് അളവിൽ നമ്മുടെ മട്ട അവിലുണ്ടല്ലോ, അതൊന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ നന്നായി ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിന്നത് തയ്യാറാക്കുന്നത് ഒരാൾക്ക് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്ക് ഇനി 2 പേരുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെഷർമെൻറ്റ് എടുത്താൽ മതി. പിന്നെ നമ്മൾ 2 വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്, ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും അതുപോലെ ബീട്രൂട്ടും. അപ്പോൾ വലിയ ബീട്രൂട്ടായത് കൊണ്ട് തന്നെ ഒരു പകുതി ബീട്രൂട്ടും അതുപോലെ പകുതി ക്യാരറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വെജിറ്റബിൾസിൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കട്ട തൈരാണ് ആവശ്യം. അപ്പോൾ അധികം പുളിപ്പില്ലാത്ത തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പുളിപ്പുള്ളതാവുമ്പോൾ നമുക്കത് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കട്ട തൈര് ഒരു 1/4 കപ്പിലും കൂടുതൽ തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കാരണം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിലും ബീട്രൂട്ടിലും അതിൻ്റെ ഫ്രഷ് ആ ജ്യൂസ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത് മതി. ഇനി നമുക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അവിലുണ്ടല്ലോ, ആ അവിൽ നമ്മളുടെ ഈ ഒരു മിക്സിലോട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതുപോലെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ ഇനി നമുക്ക് ഒരു താളിപ്പാണ് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ചാനലിൽ ഒരുപാട് വെയിറ്റ് ലോസ് റെസിപ്പീസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതിൽ ഇനിയും നമ്മൾ ഒരുപാട് ഹെൽത്തി വെയിറ്റ് ലോസ് റെസിപ്പീസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും കൂടി മിസ്സാക്കരുത് കേട്ടോ. മിസ്സാക്കരുത്. അപ്പോൾ ഇത് താളിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് താളിപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. പിന്നെ പിന്നെ ഇനിയും നല്ല നല്ല വീഡിയോസ് ഷെയർ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇന്നലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ ഇന്നാണ് ഞാൻ ചെയ്യുന്നത്. ഡെയിലി വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഡെയിലി വീഡിയോസ് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ. അതുപോലെ നമ്മളെ വെയിറ്റ് ലോസ് ചാലഞ്ച് ഞാൻ ചെയ്യണമെന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.